നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. നാട്ടിക SN ട്രസ്റ്റ് TSGA സ്റ്റേഡിയം പരിസരത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകും. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യവിതരണ കേന്ദ്രം നാട്ടികയിൽ തുറന്നു. പടിയം ചൂരക്കോട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശവും ശ്രീകോവിൽ സമർപ്പണവും നടന്നു. വാർത്തകൾ വിശദമായി. ഗ്രാമീയ ഓർബിറ്റ് ഇംപാക്ട്. നാട്ടിക SN ട്രസ്റ്റ് സ്കൂൾ പരിസരത്തെ വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരമാകുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ഭാഗത്തെ അങ്ങാടിത്തോട് മൂട്ടിപ്പോയതാണ് ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. 30ഓളം വീട്ടുകാരാണ് പുറത്തിറങ്ങാൻ പറ്റാതെ ദുരിതം അനുഭവിച്ചിരുന്നത്. ഇവരുടെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം ഗ്രാമീയ ഓർബിറ്റ് ചാനലുകളിൽ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് CC മുകുന്ദൻ MLA സ്ഥലം സന്ദർശിക്കുകയും തടസ്സങ്ങൾ ഉണ്ടായിരുന്ന തോട്, മണ്ണുതിട്ടകൾ തുടങ്ങിയവ ദേശീയപാത അതോറിറ്റി അധികൃതരെ കൊണ്ട് JCB ഉപയോഗിച്ച് പൊളിപ്പിച്ച് കെട്ടിക്കിടന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ചെയ്തു. MLAയോടൊപ്പം LDF നേതാക്കളായ KB ഹംസ, രാധാകൃഷ്ണൻ, TV ശ്രീജിത്ത്, VV പ്രദീപ്, TU ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉണ്ടായിരുന്നു. നാട്ടിക സെന്ററിന് കിഴക്കുഭാഗം മുതൽ TSTA പരിസരം വരെയുള്ള ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ഒരു മാസത്തോളമായി ഉണ്ടായിരുന്നത്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി നാട്ടിക മത്സ്യഭവൻ പരിധിയിൽ തത്സമയ മത്സ്യവിപണന കേന്ദ്രം തുറന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അതാണ് പ്രത്യേക സന്തോഷം. അതുമാത്രമല്ല, കടൽ മേഖല പ്രാദേശിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മത്സ്യബന്ധനവുമായി മറ്റുള്ള മത്സ്യത്തെ വളർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ക്ലാസുകൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്നിരുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും മീൻ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ മീൻകുട്ടികളെ നിക്ഷേപിക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായ അനുഭവം. പല സ്ഥലം കായലിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അതുപോലെ ചെറിയ ചെറിയ കുളങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മത്സ്യവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്തും കടലോര തീരപ്രദേശത്തൊക്കെ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD ലിസി പദ്ധതി വിശദീകരണം നടത്തി. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, സീനിയർ സയന്റിസ്റ്റ് GB ശ്രീകാന്ത്, PMMSY ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KS ഗോകുൽ എന്നിവർ സംസാരിച്ചു. നിലവിൽ മത്സ്യ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വിപണിയിലെത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി മത്സ്യ കർഷകരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വിപണിയുടെ അപര്യാപ്തത ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും. ചൂരക്കോട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശവും ഉപദേവനായ ബ്രഹ്മരാക്ഷസ സ്വാമിയുടെ നവീകരണ ശ്രീകോവിൽ സമർപ്പണവും നടത്തി. ശ്രീകോവിൽ സമർപ്പണം ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. വിശേഷാൽ പൂജകൾ ബ്രഹ്മകലശം ഭദ്രകാളിക്കും സ്വാമിക്കും കലശ പൂജയും നടന്നു. 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ക്ഷേത്രം മേൽശാന്തി രാമചന്ദ്രൻ സ്വാമിക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ ചടങ്ങിൽ വെച്ച് യാത്രയയപ്പ് നൽകി.
ഉപദേശക സമിതി സെക്രട്ടറി രാജു സുകുമാരൻ, പ്രസിഡന്റ് നാരായൺ എന്നിവർ പങ്കെടുത്തു. ചൂരക്കോട് ഉപദേശക സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് പൊന്നാടയർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ്, ദേവസ്വം ഓഫീസർമാരായ PU നന്ദകുമാർ, പ്രകാശൻ മുല്ലനേഴി, അന്തിക്കാട് ക്ഷേത്രം ഉപദേശക സമിതി അംഗം ഡോക്ടർ സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ഭരതൻ കല്ലാറ്റ്, പത്യാല ഉപദേശക സമിതി പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കളത്തിൽ, എടത്തിരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തിടത്ത്, രാംകുമാർ കാട്ടാനി, ശ്രീമൂലസ്ഥാനത്തിനു വേണ്ടി നിമ, ഊരായ്മ കൂട്ടായ്മ K നന്ദകുമാർ, ക്ഷേത്രം ദേവസ്വം ജീവന സംഘം, വാദ്യകലാകാരന്മാർ കൂടാതെ വിവിധ ഭക്തജനങ്ങളും രാമചന്ദ്രസ്വാമിക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ വിശേഷാൽ സമൂഹ പ്രാർത്ഥന നടത്തി. ആചാര്യൻ ചെങ്ങന്നൂർ രഞ്ജു അനന്തഭദ്രേത്ത് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി KG ശശിധരൻ, സെക്രട്ടറി രതീഷ് കൂനത്ത്, ട്രഷറർ ജയപ്രകാശ് ഭണ്ഡാരൻ, സമാജം സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ശിലാവിഗ്രഹങ്ങളാണെങ്കിൽ ശിലാപീഠത്തിൽ ഉറപ്പിക്കുമ്പോൾ അവിടെ ഈ അഷ്ടബന്ധം ലേപനം ചെയ്ത് അതിൻ്റെ മുകളിലേക്കാണ് ബിംബം പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ വിഗ്രഹം കുറേ വർഷത്തേക്ക് ഇളകില്ല എന്നതാണ് ഈ അഷ്ടബന്ധത്തിൻ്റെ പ്രത്യേകത. എന്നാൽ 12 വർഷം കഴിഞ്ഞാൽ ഇതിന് ശോഷണമുണ്ടാകും, കുറവുകൾ സംഭവിക്കും, ഇളക്കം സംഭവിക്കും. അപ്പോഴാണ് നമ്മൾ ഈ നവീകരണ കലശം നടത്തുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ അഷ്ടബന്ധമൊക്കെ ശിഷ്യന്മാരുണ്ടാക്കി അവിടെ വെച്ചു. പക്ഷെങ്കിൽ തൃപാദങ്ങൾ ആ ശങ്കരൻകുഴിയിലെ അഗാധമായ ഗർത്തത്തിൽ കിടന്ന ആ ശിവലിംഗം അവിടുന്ന് മനുഷ്യന് സാധ്യമാകുന്നതിനും അപ്പുറമുള്ള സമയമെടുത്ത് അതിൻ്റെ അഗാധ തലത്തിലേക്ക് പോയി. വലപ്പാട് ചരുവിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ കുടുംബത്തിലെ കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും ഉപഹാരവും വിതരണം ചെയ്തു. പ്രസിഡന്റ് CV കുട്ടൻ, സെക്രട്ടറി CB രാജീവ്, ട്രഷറർ CK പവിത്രൻ, CK സഹജൻ, CK സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ ഇതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് 2 പേരാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ അടുത്ത വർഷവും നമ്മൾക്ക് സാമ്പത്തിക ശേഷിയുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ പ്രോത്സാഹനം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തറവാട്ടിലെ ഒട്ടനവധി വീട്ടിൽ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന വീട്ടുകാരുണ്ട്. അവർക്കും സഹായിക്കാൻ വേണ്ടി ഒരു പ്രചോദനം നമ്മൾ നൽകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കോതകുളം SN റോഡ് റെസിഡൻസ് അസോസിയേഷൻ CSC ഡിജിറ്റൽ സേവാ കേന്ദ്രം കോതകുളത്തിന്റെ സഹകരണത്തോടെ തായംകോട്ട് ക്ഷേത്ര ഹാളിൽ മാസ്ക്ഡ് ആധാർ കാർഡ് ഇന്ത്യൻ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ മെമ്പർമാർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിലുമാണ് ഈ ക്യാമ്പിൽ സേവനം നൽകിയത്. 250ഓളം പേർ ഉപകാരപ്പെടുത്തിയ ഈ സേവനം അസോസിയേഷൻ പ്രസിഡന്റ് TG ഗിരി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് സുധീർ ദാസ്, ജോയിന്റ് സെക്രട്ടറി അഖിൽ, ട്രഷറർ വിനോദ്, കമ്മിറ്റി അംഗങ്ങളായ അയ്യപ്പദാസ്, മജീദ്, കൈരളി തിലകൻ, ബാബു, സീനത്ത് എന്നിവർ നേതൃത്വം നൽകി. ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുവാൻ അംഗങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. അത് നമ്മളെന്ത് ചെയ്തിട്ട് നമ്മൾ SN റോഡ് അതൊരു ക്യാമ്പായിട്ട് വെച്ചിട്ട് SN റോഡിലെ മെമ്പേഴ്സിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും അത് സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. SN റോഡിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ 101 അംഗ ചതയ ദിനാഘോഷ കമ്മിറ്റി രൂപീകരിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി വർണ്ണശബളമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും വാദ്യമേളത്തോടെ പീതപതാകയേന്തിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര തൃപ്രയാറിലൂടെ നാട്ടിക ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും.
ആഗസ്റ്റ് 17-ന് ശാഖ സ്ഥിര കേന്ദ്രങ്ങളിലും എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്തും. ശാഖയിൽ നിന്നും എത്തിച്ചേർന്ന ഭാരവാഹികളും വനിതാ സംഘം, മൈക്രോ ഫിനാൻസ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ പങ്കെടുത്ത യോഗം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. സുദീപ് മാസ്റ്റർ അധ്യക്ഷനായി. മോഹനൻ കണ്ണംപുള്ളി, പ്രകാശ് കടവിൽ, ജയന്തൻ പുത്തൂർ, നരേന്ദ്രൻ തയ്യിൽ, ജയരാജൻ മാസ്റ്റർ, ബിനോയ് പാണപ്പറമ്പിൽ, CS ഗണേശൻ, തുഷാർ ഇല്ലിക്കൽ, ശ്രീജ മൗസ്മി എന്നിവർ സംസാരിച്ചു. എന്തുതന്നെയായാലും ഒരു 25 ദിവസം മുൻപാണ് നമ്മുടെ ചതയം വരുന്നത്. അത് തീർച്ചയായും അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങമാസത്തിലെ ചതയം ആദ്യമാണ് വരുന്നത് ഇപ്രാവശ്യം. അത് കഴിഞ്ഞിട്ടാണ് ആ ചിങ്ങത്തിൽ പിന്നെ ചതയം അവസാനമില്ല. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന്
സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്ക് സൈബർ ക്രൈം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാടാനപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു. ഇത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നാളെ ഒരു സമയത്ത് നിങ്ങൾക്കെതിരെയുള്ള സാധനങ്ങളായിട്ട്, നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളായിട്ട് ഇത് വരും. നമുക്കിപ്പോൾ നമ്മുടെ ഫോൺ, സ്മാർട്ട് ഫോൺ, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം എന്തിനു മാത്രം. ക്ലബ് പ്രസിഡന്റ് KP പ്രവീൺജിത്ത് അധ്യക്ഷനായി. സോൺ ചെയർപേഴ്സൺ MC മദനകുമാർ, സെക്രട്ടറി OM ബിജു, KS സിൻകുമാർ, സുരേഷ് കുമാർ, അനിത, NSS വോളണ്ടിയർമാരായ ദേവ് ശരൺ, അനന്തനാരായൺ എന്നിവർ സംസാരിച്ചു. മുൻ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PB സുനിൽകുമാർ, CP ജയപ്രകാശ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പീതാംബരൻ രാരമ്പത്ത്, MV ബിജിത്ത്, KK മദനൻ, അമൃത ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് മുൻ വർഷം ഡിസ്ട്രിക്ട് ചെയർപേഴ്സണായിരുന്ന പീതാംബരൻ രാരമ്പത്തിനെ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്ററായി പുതിയ ലയൺസ് വർഷത്തേക്ക് തെരഞ്ഞെടുത്തു. അദ്ദേഹം ക്ലബ് പ്രസിഡന്റ്, സോൺ ചെയർപേഴ്സൺ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച സഹകാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ്ദാനം നടത്തി. ഭരണസമിതി പ്രസിഡന്റ് KH കബീർ അധ്യക്ഷനായി. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ VN സാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ത്രിദീപ് കുമാർ, അജ്മൽ ഷെരീഫ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് VR ജഗദീശൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ TN സിംഗ്, KV വിശ്വംഭരൻ, MR സുധർമ്മൻ, വിജയലക്ഷ്മി, സോമശേഖരൻ, ഷീജ ഉല്ലാസ്, ഉജിത ഉണ്ണികൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി PD സിന്ധു, PS സന്തോഷ്, ഇന്ദു ജയൻ എന്നിവർ സംസാരിച്ചു. മറ്റു കുട്ടികളുടെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും, ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മയായിരിക്കും വീട്ടിലുണ്ടാവുക. അമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാൻ നേരത്ത് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്താണ് ഒരു കുട്ടിയെ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത്. പണ്ടൊക്കെ കുട്ടികളെ നമ്മൾ അവരുടെ വഴിക്ക് വിടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ അണുകുടുംബങ്ങളായതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം ഈ ഒരു രീതിയിലേക്ക് വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊന്നും അറിയില്ല. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ യൂണിഫോമൊക്കെ എല്ലാം ആവശ്യത്തിന് യൂണിഫോം ഉണ്ട്, ബാഗുണ്ട്, കുടയുണ്ട്, പുസ്തകങ്ങളുണ്ട്, ബുക്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കൂലിപ്പണിക്കാരനാണെങ്കിലും മുട്ടിച്ചൂർ NSS കരയോഗം പൊതുസമ്മേളനവും പ്രതിഭാസംഗമവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. മുട്ടിച്ചൂർ NSS കരയോഗം ഹാളിൽ ചേർന്ന യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രോഹിത് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ EM അച്യുതൻ അധ്യക്ഷനായി. പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ ജേതാവ് രഞ്ജിത്ത് കളപ്പുരയ്ക്കൽ, ഹബ്കിഡോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡലും മാസ് റെസ്ലിംഗിൽ സിൽവർ മെഡലും കരസ്ഥമാക്കിയ ആര്യ ലക്ഷ്മി എന്നിവരെ അനുമോദിച്ചു. കരയോഗം അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു. സെക്രട്ടറി K ചിത്രാംഗതൻ, ട്രഷറർ P ബാലചന്ദ്രൻ, വനിതാ സമാജം സെക്രട്ടറി ബിന്ദു നാരായൺ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിന് പെട്ടെന്നൊരു ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്.
NSS ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നു. അവിടെ തന്നെയായിരുന്നു എൻ്റെ ട്രെയിനിങ്ങും എൻ്റെ പ്രൊബേഷനും 2 കൊല്ലം. അതിനുശേഷം എൻ്റെ പ്രൊബേഷൻ അവസാനിച്ച സമയം കഴിഞ്ഞ 2023 ജൂലൈ 1-ാം തീയതി എന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് വടക്കൻ പറവൂരിലേക്ക്. വടക്കൻ പറവൂര് അവിടെ ഒരു 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ എന്നെ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറിയായിട്ട് ചാർജ് ഏൽപ്പിക്കുകയാണ്. എന്നെ 4.5 മാസം ഞാൻ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി ആയി ഇരുന്നപ്പോഴാണ് ഈ ഒരു ഭാഗ്യം തിരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ വരുന്നത്. താനിയം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെയും ഉപമധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിച്ചു. ോടുകൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സഭാമർദ്ദകനായിരുന്ന ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പലസ്തീനായിൽ വെച്ച് രക്തസാക്ഷിമുകുടം ചൂടിയ വിശുദ്ധ ഗീവർഗീസിനെ പോലെ സഭാസേവനം വഴി ജീവിതത്തെ ധന്യമാക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോന്നിക്കര നേതൃത്വം നൽകി. വിശുദ്ധ കുർബാന, പ്രദക്ഷിണം എന്നിവയുണ്ടായി. ഇടവകയിലെ വിശ്വാസ പരിശീലകരായ അധ്യാപകർക്കും മികവ് നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങൾ ഒന്നുചേർന്ന് ഓണത്തിന് പള്ളിപ്പറമ്പിൽ 1000 ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നതിന് തുടക്കം കുറിച്ചു. തുടർന്ന് നേർച്ച ഊട്ടുമുണ്ടായി. ഫാദർ പോൾ കള്ളിക്കാടൻ, ഇടവക കൈക്കാരന്മാരായ പ്രതീഷ് ചിറയത്ത, ജോർജ് വാലിക്കുടത്ത് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഊട്ടിൻ്റെ ചില ക്രമീകരണം പറയുന്നത് ശ്രദ്ധിക്കുന്ന കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെയാണ് ഈ വർഷം നമ്മൾ ചെയ്യുന്നത്. ചിറ്റിലപ്പള്ളി കുറവിൻ്റെ കിഴക്ക് ഭാഗത്ത്, അതായത് ഗ്രോബോയുടെ പുറകിലുള്ള വാതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. 2 വരികളായിട്ട് കുറവിൻ്റെ മധ്യഭാഗത്തൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ 2 കൗണ്ടറുകൾ അവിടെ കാണും. കാഞ്ഞാണി ഹിന്ദു ഓഡിറ്റോറിയം, തോട്ടുപുര SN ബിൽഡിംഗ് എന്നിവയുടെ ഉടമ ശങ്കരനാരായണൻ തോട്ടുപുര അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക SN ട്രസ്റ്റ് TSGA സ്റ്റേഡിയം പരിസരത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകും. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യവിതരണ കേന്ദ്രം നാട്ടികയിൽ തുറന്നു. പടിയം ചൂരക്കോട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശവും ശ്രീകോവിൽ സമർപ്പണവും നടന്നു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.